എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കൊട്ടാരക്കര പോയിട്ട് വന്ന വഴിക്ക് നമ്മൾ കുറച്ച് ചെടി മേടിച്ചു, വളം മേടിച്ചു, ചട്ടി മേടിച്ചു. അപ്പോൾ ഇന്ന് അത് നടുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാം. നന്ദേട്ടനുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ, ഭയങ്കര സഹായമായിരുന്നു. അപ്പോൾ ചട്ടിയിലുള്ള ആ ഒരു ഹോളൊക്കെ അത് നന്നായിട്ടൊന്ന് വലുതാക്കി. അപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിൽക്കത്തില്ലല്ലോ. അപ്പം ഈ കാണുന്ന 2 വളം അവിടുന്ന് മേടിച്ചതാണ്. അതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ ചട്ടിയെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം മണ്ണ് വേണമല്ലോ. അപ്പം നേരെ പറമ്പിലോട്ട് പോയി. അപ്പോൾ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണ്, അതായത് മഴ പെയ്തിങ്ങനെ നനഞ്ഞ് കിടക്കുന്നത് കാരണം മണ്ണ് നന്നായിട്ട് ഇളവി കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് മണ്ണ് വെട്ടിയെടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ലായിരുന്നു. നേരെ ഒരു തെങ്ങിൻ്റെ മൂട്ടിലോട്ട് ചെന്നു. അപ്പോൾ ഇനി തെങ്ങിൻ്റെ തടമൊക്കെ തുറക്കാനുള്ള സമയമൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ തെങ്ങിൻ്റെ മൂട്ടിൽ നിന്നും കുറച്ച് ആ 2 ചട്ടി ഫില്ല് ചെയ്യാനുള്ള മണ്ണൊക്കെ നമ്മളിങ്ങനെ എടുത്തു. നമ്മുടെ മത്തങ്ങ ഉണ്ടോ, ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി കുറേ നല്ല വലുതാവും കേട്ടോ. അപ്പോൾ അത് വലുതായിട്ട് വരുമ്പോൾ എത്രയാവും എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ നന്ദേട്ടൻ മണ്ണൊക്കെ വെട്ടിയെടുത്ത് ബക്കറ്റിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പുറകേ പോകുന്നുണ്ട്. അവിടെ മണ്ണ് കൊണ്ട് നമ്മളൊരു ചാക്കിൻ്റെ മുകളിൽ തട്ടിയതിന് ശേഷം പിന്നെ ഈ ചെടി നടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മണ്ണെടുത്തല്ലോ, ചകിരിച്ചോറും കുറച്ച് വളമൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് ഇന്ന് നമ്മുടെ വിലാസിനി ചേച്ചി പറഞ്ഞ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടുള്ള കറി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളും അത് കാണണം കേട്ടോ. അങ്ങനെ മണ്ണ് നന്ദേട്ടൻ ചാക്കിൻ്റെ മുകളിൽ തട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്ന ഇരിക്കുന്ന ചകിരിച്ചോറ്, അത് ഇന്നലെ മഴ നനഞ്ഞതുകൊണ്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ കുതിർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് നിങ്ങൾക്ക് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ വെച്ചത്, കുറച്ച് ആവശ്യത്തിനടുത്ത് വെള്ളത്തിൽ വെക്കുക. അതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വരും കേട്ടോ. അപ്പം ചകിരിച്ചോറ് കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ചെടികൾക്കും ഇടാൻ പറ്റിയ ഒരു വളമുണ്ട്. അത് നേരത്തെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ആ പ്ലാന്റുകൾക്കും എല്ലാം ഉപയോഗിക്കുന്ന ഒരു വളമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മേടിച്ച് വെച്ചതാണ്. അതും കൂടി ഇട്ടിട്ട് ഈ മണ്ണും ചകിരിയുടെ ആ ചോറും അതേപോലെ നമ്മുടെ വളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് ചട്ടിയൊക്കെ കൊണ്ടുവന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിയിൽ ഈ മണ്ണ് നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ അതിൽ തന്നെയുള്ള കുറച്ച് കല്ലുകളൊക്കെ ഞാൻ അതിൻ്റെ ചുവട്ടിലേക്ക് വെച്ചു. അപ്പോൾ വലിയ കല്ലുകളൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കിടക്കാതെ പെട്ടെന്ന് ഇങ്ങനെ വാർന്നു പോകുമല്ലോ. അപ്പോൾ ആദ്യമേ കുറച്ച് കല്ലോ ഓടിൻ്റെ പീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഇടുക. അതിന് ശേഷം നമ്മുടെ ഈ നന്നായിട്ട് വളവും എല്ലാം വെച്ചേക്കുന്ന ആ മണ്ണ് ഈ ചട്ടിയിലേക്ക് ഇടുക. അപ്പോൾ മണ്ണ് കുറേ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചട്ടിയിലിരിക്കുന്ന നമ്മുടെ ചെടി തട്ടി ഇങ്ങനെ എടുക്കുക. അത് എടുക്കേണ്ട രീതിയുണ്ട്. ആ ചെടിയുടെ മൂട്ടിലിങ്ങനെ പിടിച്ചിട്ട് അത് ഇളവാതെ ഇങ്ങനെ തിരിച്ച് വെച്ച് ഒന്ന് തട്ടി കൊടുത്താൽ അതിഞ്ഞ് പോരും. എന്നിട്ട് അതിൻ്റെ ആ ചെവിട്ടിലൊക്കെ ഉള്ള കുറേ ചെളി പോലത്തെ മണ്ണ് മാറ്റുക. അതിനുശേഷം അതിൻ്റെ വേര് പോകാതെ ആ ചെളിമണ്ണെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ചട്ടിയിലേക്ക് വെച്ചിട്ട് ബാക്കി മണ്ണും കൂടി ഇട്ട് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് നടുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും നടുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെടി നടുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചെടി വേടുപ്പും അത് നടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഉത്സവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളും പൂക്കളും അതേപോലെ തന്നെ ജീവികളും ഒക്കെ എൻ്റെ പ്രാണൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നന്ദേട്ടനും എനിക്കതിന് ഭയങ്കര ഹെൽപ്പാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും നന്ദേട്ടനൊരു കൂട്ടായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ അടുത്ത ചട്ടിയിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മഴയൊക്കെ മാറി. ഈ കാണുന്ന ചെടി നല്ല ഒരു മഞ്ഞ റോസയാണ് കേട്ടോ. നിറയെ പൂക്കളുള്ള ഒരു മഞ്ഞ റോസയാണ്. അപ്പോൾ അതിലും ഇതേപോലെ കുറച്ച് മണ്ണൊക്കെ നമ്മൾ നിറച്ചതിന് ശേഷം ആ വളം ചേർത്ത മണ്ണ് മിശ്രിതം നിറച്ചതിന് ശേഷം ഇതിൻ്റെ ഇതേപോലെ ചെളിയുള്ള ഭാഗവും ആ വേരൊന്നും പോവാതെ കുറച്ച് മണ്ണെല്ലാം മാറ്റി നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള മണ്ണും കൂടി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് നിറച്ച്, അതായത് ഒരു 3/4 ഭാഗമേ നിറയ്ക്കുള്ളൂ. എന്താ വെച്ചാൽ പിന്നെ നമുക്ക് വളം വല്ലതും ഇടണമെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് നിറഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏത് ചെടി നട്ടാലും ഏകദേശം അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ നിറയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും നടുന്നതല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഒമാനിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പം ഈ ചെടികളെല്ലാം പൂത്തിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു സന്തോഷം. അതുമാത്രമല്ല നമ്മുടെ താമരയിൽ വന്നപ്പം തന്നെ ഒരു പൂ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അതിൽ മൊട്ട് വന്നിട്ടുണ്ട്. ഇനി വേറെ ഒരു താമരയിൽ മൊട്ട് വന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ചട്ടി ഉണ്ടല്ലോ, അതേ ഒരു മണ്ണര, ഭയങ്കര 2-3 മണ്ണര ഉണ്ടായിരുന്നു. ഈ ചട്ടിയിൽ വേറെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിവിടെ നേരത്തെ ഇരുന്ന സിമെൻറ്റ് ചട്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എപ്പോഴും കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കലമ്പൊട്ടി എന്ന് പറയുന്ന ചെടി 3-4 പ്രാവശ്യം ഞാൻ മേടിച്ച് വെച്ചു. പക്ഷേ ഒരെണ്ണം പോലും അതിനകത്ത് പൂവിട്ടില്ല. ഇതെങ്കിലും എനിക്ക് എപ്പോഴും പോകുന്നവരെ കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കിച്ചൻ്റെ ഫ്രണ്ടിൽ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്തുനിന്ന് മണ്ണൊന്നും നമുക്ക് തട്ടിയിടാനില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ചെവിട്ടിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കാണാം ഒരു അട്ട ഇങ്ങനെ ഇരിക്കും.
അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഈ അട്ടയാണ് കേട്ടോ. പിന്നെ ഞാനൊരു ഇരുമ്പ് വെച്ചിട്ട് അതിനെ കുത്തി ഇങ്ങനെ കളഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇതിൽ നിന്ന് മണ്ണൊന്നും തട്ടിയിടാനില്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിലോട്ട് നമ്മുടെ ആ ഒരു ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കലമ്പോട്ടി എൻ്റെ കുട്ടിക്കാലത്ത് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറ്റിച്ചെടി പോലെ തോട്ടിൻ്റെ സൈഡിലും വയലിൻ്റെ സൈഡിലും ഒക്കെ കാണാം ആയിരുന്നു. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ പണ്ട് കാണുന്ന, അതായത് വയലിലും തോടുകളിലും തോട്ടങ്ങളിലും ഒക്കെ കാണുന്ന പല ചെടികളും ഇപ്പം നമ്മുടെ വീടിനകത്തും അല്ലേ, ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റും ഒക്കെ ആയിട്ട് നമ്മൾ വളർത്താറുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു നീളത്തിലുള്ള ഒരു ഇലയുണ്ടല്ലോ, വെച്ച് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു വെളുത്ത പാട് നമ്മുടെ കയ്യിൽ പതി. അങ്ങനെയുള്ള ചെടി, അതേപോലെ പല ചെടികളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ നമ്മൾ വീടിനകത്ത് ഇങ്ങനെ വെച്ചേക്കുന്ന, നല്ല രസമായിട്ട് വെച്ചേക്കുന്ന ഇലച്ചെടികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ആ കലമ്പോട്ടിയെല്ലാം നട്ട് കഴിഞ്ഞു. അപ്പം പിന്നെ ലാസ്റ്റിലിരുന്ന മണ്ണ് നമ്മുടെ 2 റോസയുടെയും മൂട്ടിലേക്ക്, അതെന്താ വെച്ചാൽ വളമൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മൂട്ടിൽ തന്നെ ബാക്കിയും കൂടെ ഒക്കെ ഫില്ല് ചെയ്തു. ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് മേടിച്ച 2 സൈസ് വളമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ താമരയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള പൂക്കളല്ല, അതിന് ഒന്ന് പുഷ്ടി പ്രാപിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വളമാണ്. ഇത് നേരത്തെ ഞാനിവിടെ മേടിച്ചിട്ടുണ്ട് വരുന്നു 1 വർഷത്തിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ കണ്ടില്ല. ഇതിൽ നിന്നൊരു 10 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കുകയാണ്, നമ്മുടെ കടുകിൻ്റെ വലിയ സൈസിൽ 10 എണ്ണം എടുത്തിട്ട് ഒരു തുണിയിലേക്ക് വെക്കുക. അതിനുശേഷം ഈ തുണി നമ്മളിലെ കിഴി കെട്ടുന്നത് പോലെ ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ആ താമരയുടെയൊക്കെ ചുവട്ടിലുള്ള ആ മണ്ണിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കണം. ആ ചെളിയിലുണ്ടല്ലോ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ വെക്കണം. അപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്തിട്ട് കിഴി കെട്ടുന്നതാണ്. അപ്പോൾ അച്ചു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് പിടിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ അതിങ്ങനെ കിഴി കെട്ടി ഏകദേശം ഒരു 6-7 മൂട് താമരയും ആമ്പലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഇങ്ങനെ ഞാനത് സെറ്റാക്കി കെട്ടി വെച്ചിട്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചെടികളുടെ താമരയുടെ ആമ്പലിൻ്റെയും മൂട്ടിൽ കൊണ്ടുചെന്ന് ഇത് വെക്കുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം. ഏകദേശം 6-7 മൂടാണ് ഉള്ളത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 4-5 താമരയും അതേപോലെ തന്നെ ബാക്കി 2 ആമ്പലിൻ്റെ ചട്ടിയാണ് ഉള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ആ പൂത്ത ആമ്പലിൻ്റെ മൂട്ടിലേക്കാണ് ഞാനിത് വെക്കുന്നത് കേട്ടോ. അതിനകത്ത് മീനൊക്കെ ഉണ്ട്, പക്ഷേ അടിയിലോട്ട് വെച്ചപ്പോൾ നല്ല വേരൊക്കെ വന്നിട്ട് താഴാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒരു മീനൊക്കെ കേട്ടോ. അപ്പോൾ ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വന്നതിന് ശേഷം ഉണ്ടായ ആ ഒരു ഇലയും ഒരു മുട്ടും കൂടെയാണ്. ഇങ്ങനത്തെ ഇല വരുമ്പോഴേ അറിയാം നമുക്ക് മുട്ട് വരുമെന്ന് അല്ലേ. നല്ല പുഷ്ടിയുള്ള ഇലയും അതിൻ്റെ കൂടെയുള്ള ഈ മുട്ടിന് വിരിയണമെങ്കിൽ ഇനി ഏകദേശം ഒരു 1-2 ആഴ്ചയെങ്കിലും എടുക്കും. ഇത് നമ്മുടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു താമരയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് ആ വളം ഇടാൻ നോക്കിയപ്പോൾ കാണാം ഇതിൽ ഒരു മുട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ നിന്ന് ഞാൻ എല്ലാ അമ്പലങ്ങളിലും പൂക്കൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ അഗസ്ത്യക്കോടുള്ള ശിവക്ഷേത്രം, തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം, അതേപോലെ കൊട്ടാരക്കര അമ്പലം, എല്ലാ അമ്പലങ്ങളിലും ആ താമരയിൽ നിന്ന്, അതേപോലെ ഇവിടെ ഒരു വലിയ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ എല്ലാം ഞാൻ പൂക്കൾ കൊണ്ട് കൊടുത്ത ഒരു താമരയാണ് നിങ്ങളിപ്പോൾ ആ കണ്ടത്. അപ്പോൾ ആ താമരയിൽ മൊട്ട് വരിക എന്ന് വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ. ഞാൻ ഭഗവാനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഇനി ആ അടുത്ത പൂ വിരിയുമ്പോൾ എനിക്കത് കൊണ്ട് ചെന്ന് ഭഗവാന് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, കലമ്പൊട്ടി എന്ന് പറഞ്ഞ ചെടി എനിക്ക് എപ്പോഴും പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് നന്ദേട്ടൻ വീടിൻ്റെ അടുക്കളയുടെ ആ ഭാഗത്ത് ആ ഒരു കതവ് തുറക്കുമ്പോഴേ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കൊണ്ടുവച്ചിരുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വച്ച റോസ, ആ നട്ട റോസ മഴ സീസൺ ആയതുകൊണ്ട് അധികം വെള്ളം വീഴാത്തടുത്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എവിടെ വെക്കുമെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് എന്നാൽ വിചാരിച്ചു ഇവിടെ ഈ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ അടീനിയത്തിൻ്റെ ഓർക്കിഡിൻ്റെ ഇടയിൽ 2 ചട്ടിയല്ലേ ഉള്ളൂ, കുറച്ചൊന്ന് ഒതുക്കി വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്ദേട്ടൻ തന്നെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ആ 2 റോസകളും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു മഞ്ഞ റോസയല്ല, ആ വേറൊരു കളറുണ്ടല്ലോ, അതൊരു വെറൈറ്റി കളറാണ്. ഞാൻ ഇതുവരെ അതങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല. ഒരു വെൽവെറ്റ് മോഡൽ, വെൽവെറ്റിൻ്റെ കളർ പോലെ, ഒരു വയലറ്റും അല്ല, എന്താ പറയുന്നത്, അങ്ങനെ ഒരു കളറായിരുന്നു കേട്ടോ, വെറൈറ്റി ആയിരുന്നു. പിന്നെ ഈ മഞ്ഞ റോസയിലുള്ള ആ പൂ കൊഴിഞ്ഞ അതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം കത്രിക്ക് കൊണ്ടുവന്ന് ഞാൻ വെട്ടിയെല്ലാം കളഞ്ഞു. അപ്പോൾ നന്നായിട്ടുണ്ടല്ലേ ഈ ചട്ടിയിൽ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടീനിയത്തിലെല്ലാം അതെല്ലാം ഇങ്ങനെ വളഞ്ഞ് താഴോട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അതിനകത്തൊരു 3-4 ഒത കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിനൊരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടല്ലേ, അതിനെന്താണ് ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് 2-3 കമ്പ് വെട്ടാനായിട്ട് ഞങ്ങൾ തെങ്ങിൻ്റെ മൂട്ടിലേക്ക് വന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ടച്ച് വെട്ടുകാർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എവിടെയോ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കാണാം ആ ഫ്രണ്ട് മൊത്തത്തിൽ മാവിൻ്റെ അവിടെ നിന്ന് വേപ്പും എല്ലാം വെട്ടി അവിടെ ഇങ്ങനെ ഇട്ടിരുന്നു. പിന്നെ അത് ഭയങ്കര ഒരു ജോലിയായിരുന്നു. പിന്നെ ഞാൻ നന്ദേട്ടനും അച്ചും എല്ലാം കൂടി അത് പറക്കി താഴെ തെങ്ങിൻ്റെ മൂട്ടിൽ കൊണ്ടിട്ടു കേട്ടോ. അപ്പോൾ കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചപ്പം അത് ഭയങ്കര മഴയാണ്. അല്ലെങ്കിൽ സാധാരണ നന്ദേട്ടൻ ഇത് കൊണ്ടുവരുമ്പോഴേ എന്ത് വെട്ടിയാലും കൊണ്ട് ചെന്ന് നമ്മുടെ ആ ഒരു കത്തിക്കുന്ന കുഴിയുണ്ടല്ലോ അതിലോട്ടിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ കുഴി ഏകദേശം അത് ഒരാൾ ഇറങ്ങി നിന്നാൽ കാണാത്ത കണക്കുള്ളതാണ്. അത്
നിറച്ച് ചാമ്പലായിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വെയിൽ വന്നതിന് ശേഷം വേണം, അതിൽ കുറച്ച് കരിയിലകളും കൂടെ ഉണ്ട്, അതെല്ലാം കത്തിച്ചിട്ട് നമുക്ക് ആ ചാമ്പലെല്ലാം വാരി നമ്മുടെ ആ ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ എല്ലാത്തിൻ്റെയും മൂട്ടിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട്. അങ്ങനെ എല്ലാ അടീനിയും നന്ദേട്ടൻ നൂത്ത് കെട്ടുകയാണ് ഈ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുന്നത്, സന്തോഷമുള്ള കാര്യമാണ് നമുക്കിത്. ഇനി അതുപോലെ തന്നെ എനിക്ക് ആ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ തൊങ്ങൽ പോലെ താഴോട്ട് കിടക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ അത് ആ മതിലിൽ ഇട്ടേക്കുന്ന കാരണം അവിടെ ഇങ്ങനെയാണ് വരുന്നത്, അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് അതിലൊരു റിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിറയെ ശംഖുപുഷ്പം ഇങ്ങനെ പൂത്തെടുപ്പുണ്ട്. എന്നാൽ അതിലോട്ട് പടത്തി വിടാമെന്ന് ചോദിച്ചാൽ ഞാനൊരു വള്ളിയൊക്കെ എടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം നിങ്ങളൊന്ന് കണ്ടോളൂ. പൂക്കളെ നിങ്ങളറിഞ്ഞതില്ലേ, വസന്ത നൃത്തത്തിൻ കാലമായി, വാനിടമാകെ തെളിഞ്ഞ കണ്ടോ, മാനവർ മാനസം പൂത്ത കണ്ടോ. സത്യം പറഞ്ഞാൽ ഈ പൂക്കൾ കാണുമ്പോൾ ഏതൊരു മാനവൻ്റെ ആയാലും മാനസം പൂക്കും അല്ലേ. അപ്പോൾ ആ ഒരു കവിതയാണ് ഞാനിപ്പോൾ ഓർത്തത്. അപ്പോൾ ഈ ഓർക്കിഡുകളും അടീനിയവും റോസാ ചെടികളും പിന്നെ നമ്മുടെ തെച്ചി, തുളസി, മന്ദാരം എല്ലാ ചെടികളും അടങ്ങുന്ന ഒരു കുഞ്ഞു വീടാണ് ഞങ്ങളുടേത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ദേവിമാരുടെ ഇരിപ്പിടമായ താമരച്ചെടിയുണ്ട് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഈ പൂക്കളൊക്കെ നിറയെ ഉള്ളത് കൊണ്ട് നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇഷ്ടം പോലെ പല തരത്തിലുള്ള പല കളറിലുള്ള ബട്ടർഫ്ലൈസ് ഇവിടെ എല്ലാം ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട്. അതിൽ തന്നെ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. തെച്ചി, അതേപോലെ തന്നെ ആന്തൂറിയം എല്ലാം ഉണ്ട്. പിന്നെ ഈ നിൽക്കുന്നത് നമ്മുടെ ജാതി ചെടിയാണ് കേട്ടോ. ജാതിയിൽ കാ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ ചെന്ന് പെട്ടെന്ന് പറിക്കുക. അതിങ്ങനെ പൊട്ടി വരുമ്പോൾ അതിനകത്തൊരു ചുമന്ന കളർ ഇങ്ങനെ കാണാമല്ലോ, അത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നന്ദേട്ടൻ ഈ ഒരു വലിയ ടാങ്ക്, ഇതിൽ നേരത്തെ നമ്മൾ താമരയായിരുന്നു ഇട്ടിരുന്നത്. അപ്പം ഞങ്ങൾ പോയ സമയത്തിന് അതൊക്കെ പോയത് കാരണം ഇവിടെ നിന്ന് ചേച്ചി ഇതിൽ വേറൊരു തെറ്റി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മഴ പെയ്തപ്പോഴുണ്ടല്ലോ ഇതെല്ലാം ഈ വെള്ളം ഇങ്ങനെ ആയിട്ട് വെയിറ്റ് വന്ന് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ താന്ന് കിടക്കുമായിരുന്നു. അപ്പം എന്തോ ഇത് നന്ദേട്ടൻ വലിയൊരു കമ്പ് കൊണ്ടുവന്ന് അതിനിങ്ങനെ കൊടുത്തതിന് ശേഷം അതിങ്ങനെ ചുറ്റി പിടിച്ച് അവിടെ കെട്ടി ഇങ്ങനെ വെച്ചു. ഞാനും കൂടെ അതിനെല്ലാം നന്ദേട്ടനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഈ തെറ്റി എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഈ തെറ്റിപ്പൂ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ അവിടെ ഭദ്രകാളി ദേവിയുടെ ഒരിതാണ് തെച്ചിപ്പൂവായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവർക്കുണ്ട്. അപ്പോൾ എന്തായാലും തെച്ചിപ്പൂ പണ്ട് തൊട്ടേ വേണമെന്നുള്ള എനിക്കുള്ള ഒരു ആഗ്രഹം, അതും പൂവണിഞ്ഞു, തെച്ചിപ്പൂ പൂവണിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ എന്തോ ചെയ്തു അതെല്ലാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ വള്ളി കുറവായിരുന്നു കേട്ടോ. ഇതെല്ലാം പിടിച്ച് കെട്ടാനായിട്ട് വള്ളി കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ പഴയ ആന്തൂറിയാണ്. ഈ ആന്തൂറിയത്തിൻ്റെ പല വെറൈറ്റീസ്, വെള്ള, അതേപോലെ റോസ് എല്ലായിടത്തും ഉള്ളതാണ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നശിച്ചു പോയി. അതുപോലെ തന്നെയാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയായിരുന്നു ഈ യൂഫോർബിയ എന്ന് പറഞ്ഞിട്ട് ഒരു മുള്ളൊക്കെയുള്ള ചെടി. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ തന്നെ പല വെറൈറ്റി കളക്ഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അത് ഇറങ്ങിയ സമയത്തിന് നല്ല വിലയായിരുന്നു. അതിൻ്റെ തന്നെ ചുമപ്പ്, വെള്ള, മഞ്ഞ അങ്ങനെ ഒരുപാട് കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അത് വെച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതെല്ലാം വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറയും അതുപോലെ തന്നെ അതിൻ്റെ മുള്ള് ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ കയ്യിൽ പഴുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഭയങ്കര ദോഷമായിട്ടുള്ള, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ദോഷം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ആ ചെടിയെല്ലാം എടുത്ത് കളഞ്ഞു. ഇപ്പം ഇങ്ങനെയുള്ള ചെടികളൊക്കെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഞാൻ ഈ പൊട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പൂക്കാത്ത ചെടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പൂക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 1 സ്പൂൺ അതിൻ്റെ വളം എടുത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പി എടുത്തതിന് ശേഷം അതിലൊരു 1/2 സ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കിയിട്ട് ആണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു വളം ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെടികളെല്ലാം പൂക്കുന്നതാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ 2 വലിയ അടീനിയ ഇരിക്കുന്നുണ്ടോ, അത് 2 വെറൈറ്റി കളറാണ്. നല്ല എന്താ പറയുക, നല്ല കട്ട ബ്ലഡിൻ്റെ കളറുണ്ടല്ലോ, അതായത് ഒരു മെറൂൺ പോലെയൊക്കെ വരുന്നതും അതുപോലെ തന്നെ ഒരെണ്ണം വെള്ളയും മെറൂണും കൂടെ ചേർന്നിട്ടുള്ള ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് പൂക്കും. പക്ഷേ ഇതിനകത്ത് ഇപ്പോഴും മൊട്ടുണ്ടെങ്കിലും ഈ മഴവെള്ളം വീഴുന്നുണ്ട് അതെല്ലാം അഴുകി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പൂ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിന് പനലാവുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു പ്ലാന്റ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ്. ഏകദേശം ഒരു 650 രൂപ കൊടുത്താണ് അന്ന് മേടിച്ചത് കേട്ടോ.
പക്ഷേ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഒരു സെറ്റ് ഇരിക്കുന്ന 10 എണ്ണം. പക്ഷേ അത് അങ്ങനെ മേടിക്കുന്നതാണ് നമുക്ക് ലാഭം. അല്ലാതെ ചെടിക്കടയിലൊക്കെ പോയി മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചെടികളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നും മാക്സിമം നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ താമരയുടെ അതും നമ്മൾ നേരത്തെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം ആ ചേച്ചി തന്ന ഒരെണ്ണം മാത്രമേ ഇതുവരെ പൂത്തിട്ടുള്ളൂ. ബാക്കിയുള്ള 3 എണ്ണം ഉണ്ട് ഇനി. അപ്പം സഹസ്രദളം നമ്മളിവിടെ ആയൂരുള്ള ഒരു ചെടിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ അതും ഇതുവരെ പൂത്തിട്ടില്ല. അതൊക്കെ ആ സഹസ്രദള പത്മമൊക്കെ പൂക്കാനായിട്ട് ഭയങ്കര പാടാണല്ലേ. അതൊരു വല്ലാത്തൊരു സമയത്തൊക്കെയാണ് പൂക്കുന്നത് എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പം ഞാൻ ആ പൂക്കാനുള്ള അതിൻ്റെ ആ വളം എല്ലാ പൂക്കാത്ത ചെടികളും, അതായത് ഇത് കാണുന്നത് നമ്മുടെ പനിനീർ റോസയാണ്, അതിനൊക്കെ കൊണ്ട് ചെന്ന് കുറേ അതിൻ്റെ ഇലകളിലും വേരുകളിലും തണ്ടിലും ഒക്കെ ഇങ്ങനെ ഒഴിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് സത്യം പറഞ്ഞാൽ രാവിലെ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഭയങ്കര ബിസിയായിരുന്നു. ഇതൊക്കെ നടുക, അതേപോലെ തന്നെ എല്ലായിടത്തും പോയി മണ്ണൊക്കെ എടുക്കുക. അപ്പോൾ കുറേ സമയമെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് വന്ന് വോയിസ് കൊടുത്തു. ഇനി വേണം എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പം പോയി ഫുഡ് ഉണ്ടാക്കണം. പിന്നെ അതിന് ശേഷം നമ്മുടെ വിലാസിനി ചേച്ചി സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട്, അതായത് നമ്മുടെ പുളിഞ്ചിക്ക ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ പുളിഞ്ചിക്ക എന്ന് പറയുമായിരുന്നു പണ്ട്, ഇപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കണം. ഈ പുലാസാൻ ഉണ്ടല്ലോ, ഈ പുലാസാൻ ഞാൻ ആദ്യമേ ഒരെണ്ണം മേടിച്ചു. അപ്പോൾ അത് പ്ലാവ് മുറിച്ചപ്പോൾ അതിൻ്റെ മണ്ടയിൽ കൂടെ വീണ് ഒടിഞ്ഞു പോയി. രണ്ടാമത് 1 വർഷത്തിന് മുമ്പ് വീണ്ടും ഞാൻ അത് മേടിച്ച് വെച്ച് കേട്ടോ കൂട്ടുകാരെ. പക്ഷേ മേടിച്ച് വെച്ചെങ്കിലും ഞാൻ ഇപ്പം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കുറ്റി മാത്രമായിട്ട് നിൽക്കുന്നു. ഇത് 3ാമത്തെ പുലാസാനാണ് ഞാൻ മേടിച്ച് വെക്കുന്നത്. ആ പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള മിക്ക ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചിലതിലെല്ലാം റംബുട്ടാനിലെല്ലാം കാ പിടിച്ച് കിടപ്പുണ്ട്. നിങ്ങളെയൊക്കെ അത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ നമ്മുടെ മാങ്കോസ്റ്റിനാണ് ആ നിൽക്കുന്നത്. അതിനകത്ത് ഒരു 2-3 കായ ഇപ്പം ഞങ്ങൾ വന്നപ്പോഴുള്ളായിരുന്നു. കായയുടെ സീസണൊക്കെ തീരാറായല്ലോ. പിന്നെ ആ സൈഡിലിരിക്കുന്ന ആപ്പിൾ ചാമ്പ, അതേപോലെ അവക്കാഡോ, ഇങ്ങനെയുള്ളതൊക്കെയാണ് അവിടെയൊക്കെ നിൽക്കുന്നത്. ഇനി നമ്മുടെ പ്ലാവിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ചക്ക ഞാൻ നോക്കിയപ്പോൾ കാണാൻ നന്ദേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് അത് തട്ടിത്തൂത്തൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ പുലാസാൻ അവിടെ നട്ടു. എനിക്ക് തന്നെ അത് നടണമെന്നൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതവിടെ നട്ടു. അതിനുശേഷം എന്താണ് അതിൻ്റെ ചുവട്ടിൽ രാവിലെ മഴയായിരുന്നെങ്കിൽ ഈ സമയം നട്ട സമയത്ത് നല്ല വെയിലായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ കുറച്ച് തണലിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടച്ച് വെട്ടുകാർ വെട്ടിയിട്ട കുറേ മരത്തിൻ്റെയൊക്കെ ഇലകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ ചെറിയ വെയിലായതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണമല്ലോ. അപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്ന പാത്രം എടുക്കാനായിട്ട് പോയപ്പോൾ കാണാം നമ്മുടെ നന്ദേട്ടൻ കണ്ട ചക്കയൊക്കെ തട്ടി തൂത്തിയൊക്കെ നോക്കുകയാണ്. അത് നമ്മുടെ ചേച്ചി ഒരു കല്ലൊക്കെ വെച്ച് അത് താഴെ മുട്ടിയപ്പോൾ അത് പന്നലാവാതിരിക്കാൻ വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മത്തങ്ങയെ തലോടുന്ന നന്ദേട്ടനെ കണ്ടോ. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ചെടി നട്ട പ്ലാന്റിൽ നമ്മുടെ മാങ്കോസ്റ്റിന് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.